Hi friends, Assalamualaikum. Welcome back SHANSHABI recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞ രണ്ടാമത്തെ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് സോയ റോൾസ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 4 കപ്പ് വെള്ളം ഒരു സോസ് പാനിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വലിയ സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിലും 1 കപ്പ് ഇട്ട് കൊടുത്താൽ മതി. രണ്ടും ഒരു അളവാണ്. നന്നായിട്ട് ഇത് വെന്ത് വരണം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, ചിലപ്പോൾ ഇത് പൊന്തി വരും. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് വരും. ഒരു 2-3 മിനിറ്റ് തന്നെ ആവശ്യമായിട്ട് വരുള്ളൂ. ഇതിപ്പോൾ നന്നായി കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച സോയ ചങ്ക്സ് അതിലത്തെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഇഞ്ചിയും 6 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണെങ്കിൽ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുരുമുളക് പൊടിയാണ്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും എരിവിനനുസരിച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സ്ലൈസ് ബ്രെഡാണ്. ബ്രെഡ് ഇട്ട് കൊടുക്കുന്നത് എന്തിനെന്നാൽ നല്ലൊരു കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് റോൾസാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നന്നായി ബോയിൽ ചെയ്ത ഉരുളൻകിഴങ്ങ് ഇട്ടുകൊടുക്കാം. 2 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ച സോയ ചങ്ക്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു മീഡിയം സവാള ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി ആയാലും മതി. ഇനി മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു പിടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാൻ അത്രക്ക് നല്ല ടൈം പിടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കൈ വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. എന്നാൽ വേഗം തന്നെ മിക്സ് ചെയ്തിട്ടും എല്ലാ ഭാഗത്തേക്കും എല്ലാതും എത്തുന്നതാണ്. നിങ്ങൾക്ക് കയ്യിൽ ഉരുളൻകിഴങ്ങൊന്നും ഇല്ലെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്, അല്ലാതെയും ഉണ്ടാക്കാം. കട്ടിയായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് റോൾസാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസും എഗ്ഗ് ബീറ്റ് ചെയ്തതും എടുക്കുന്നുണ്ട്. എഗ്ഗ് ബീറ്റ് ചെയ്തതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തത് കാരണമാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇനി കയ്യിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ബോൾസ് ആക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കാം. ഞാൻ ഇവിടെ റോൾസാണ് ആക്കുന്നത്. ഒരു സിലിണ്ടർ ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. ചെറിയ സിലിണ്ടർ ഷേപ്പിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സോയ റോൾസ് കിട്ടുന്നതാണ്. വലുതാണെങ്കിൽ നമുക്ക് അത്ര കൂടുതൽ കിട്ടില്ല, പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ചിലപ്പോൾ പൊട്ടിപ്പോകാനും സാധ്യത ഉണ്ട്. നമ്മളത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചെറുതായി ആക്കുന്നതാണ് നല്ലത്. ഇനി എഗ് ബീറ്ററിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ എഗ്ഗിലൊന്ന് ആക്കിയാൽ മതി. അല്ലെങ്കിൽ കൈ വെച്ചാണെങ്കിൽ ബ്രെഡ് ക്രംസിൽ ആ കൈ യൂസ് ചെയ്യുമ്പോൾ ബ്രെഡ് ക്രംസ് നമുക്ക് അധികമായി യൂസ് ചെയ്യേണ്ടി വരും.
അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇപ്പോൾ എല്ലാ സോയ റോൾസും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബാക്കിയുള്ളത് ഫ്രീസറിലേക്ക് വെക്കാം. ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഫ്രിഡ്ജിലായാലും കുഴപ്പമില്ല. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ സോയ റോൾസും ഇട്ട് കൊടുക്കാം. ചിലർ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ അധികമായിട്ട് എണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. കാരണം നമ്മളിതിലെല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫ്രൈ ആയി കിട്ടും. പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. സംഭവം സൂപ്പറായിട്ടുണ്ടാവും. അപാര ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗവും ഫ്രൈ ആയിട്ട് നമ്മൾ സോയ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പേടിച്ച പോലെ പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. ശരിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോവും അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. ഈ സോയ റോൾസ് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി. വീണ്ടും വീണ്ടും ചോദിക്കായിരുന്നു. പെട്ടെന്ന് തന്നെ പ്ലേറ്റ് കാലിയാവുകയും ചെയ്തു. നിങ്ങൾക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ ഷേപ്പിൽ തന്നെ ആക്കി എടുക്കണമെന്നില്ല. ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ സോയ റോൾസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.